പത്തനംതിട്ട കുമ്പനാട് കരോൾ സംഘത്തെ ആക്രമിച്ച 5 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നമുക്ക് ആ പ്രതികരണങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. പത്തനംതിട്ട കുമ്പനാട് കരോൾ സംഘത്തെ ആക്രമിച്ച 5 പേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരാണ്, പ്രദേശവാസികളാണ്, അടിച്ചു കയറ്റിയിട്ട് പോയിട്ട് ബഹളം ഉണ്ടാക്കിയതാണ്. എന്തായാലും നമുക്ക് ആ പ്രതികരണം ഒന്നും കേൾക്കാം. അതിനുശേഷം റിനു സീഥറിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ ഞങ്ങളുടെ ചേർച്ചിൻ്റെ കരോൾസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കുമ്പനാടുള്ള ഒരു വീട്ടിൽ കരോളിന് പോയതാണ്. കുമ്പനാട് തിരുമ്പോൾ കുറേ പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ നല്ല ശബ്ദം കേൾക്കുക. അവർ അങ്ങ് ചാർജ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, കാര്യം പറഞ്ഞാലല്ലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്തോ ലൈറ്റിൻ്റെ ഡിം ഇട്ടെന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ ഒരു സ്ഥിതി അതായിരുന്നു. ചീത്ത വിളിക്കുന്നു, അടിക്കുന്നു, കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നു, അവരൊന്നും നോക്കുന്നില്ല, ഗേറ്റ് തള്ളി തുറക്കുന്നു. അയാൾ വിറകുള്ളി എടുത്തിട്ട് ഇങ്ങനെ അടിയാണ്. എൻ്റെ തലയിൽ 2 അടി അടിച്ചു. സൈക്കിൾ ചെയിൻ എടുക്കുന്നു, അതുപോലെ തന്നെ കല്ല് പറക്കി മതിലേ നിന്ന് ചാടും. അപ്പം ഞങ്ങളുള്ള സ്ത്രീകളെല്ലാം അവർ കരഞ്ഞുകൊണ്ട് പറയും, മോനെ വിട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇപ്പുറത്ത് ഞാനൊരു പട്ടാളക്കാരനാണ്. നമ്മൾ പോയി ബോർഡർ അല്ലെങ്കിൽ നമ്മുടെ ദേശം നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് കിടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. റിനു, ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് വൺസ് അഗെയിൻ. ഏതായാലും ആ കുമ്പനാട്ടെ ആക്രമണം നടത്തിയ ആൾക്കാരെ ഇപ്പോൾ മുഴുവൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടോ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഈ 5 പേരാണോ ഇന്നലെ ആക്രമണം അഴിച്ചുവിട്ടത്? എന്താണ് പോലീസ് പറയുന്ന ഭാഷ്യം, റിനു? ഡോക്ടർ അരുൺകുമാർ, അല്പസമയം മുമ്പാണ് 5 പേരെയും ഈ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ മുന്നിലാണ്. ഇന്നലെ അർദ്ധരാത്രി, അതായത് ഇന്ന് പുലർച്ചയോടുകൂടി 1:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 15ഓളം വരുന്ന സംഘമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കരൾ സംഘത്തിലുണ്ടായിരുന്നവരൊക്കെ തന്നെ പറഞ്ഞത്. അതിൽ 5 പേരെ നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ഈ കരൾ സംഘം ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ഇവിടേക്ക്, അതായത് ഏറ്റവും അവസാനത്തെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ കാറിൻ്റെ വെട്ടം ഈ ജംഗ്ഷനിൽ നിന്നിരുന്ന ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഇവരുടെ മുഖത്തേക്ക് പതിക്കുന്നു. ഇതിൽ ചോദ്യം ചെയ്യുന്നു, അതിൽ പ്രകോപിതരാകുന്നു. തുടർന്ന് അവിടെ നിന്ന് ഈ കരൾ സംഘം പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇവരുടെ പിന്നാലെ എത്തി അതിനുശേഷം ഏറ്റവും അവസാനത്തെ വീട്ടിലെ കരോൾ ഗാനം പാടുന്നതിന് ഇടയ്ക്ക് ഗേറ്റ് തള്ളി തുറന്ന് അവിടേക്ക് എത്തുന്നു. അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. സ്ത്രീകൾ കരഞ്ഞു പറഞ്ഞിട്ടും ഇവർ യാതൊരുവിധ ദാക്ഷിണ്യവും അവർക്ക് ഉണ്ടായില്ല. അവർ പിന്തിരിയാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. നിസ്സാരമായി ഒരു വാഹനത്തിൻ്റെ വെളിച്ചം മുഖത്തേക്ക് അടിച്ചു എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമുറകളായിരുന്നു. കമ്പും വടിയും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഓരോ മിനിറ്റ് കഴിയും തോറും കൂടുതൽ ആൾക്കാരെ ഇവർ വിളിച്ചു വരുത്തി ഈ കരോൾ സംഘത്തിനെതിരെ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും നല്ലൊരു ക്രിസ്മസ് ദിനത്തിൽ അതിക്രൂരമായിട്ടുള്ളൊരു നടപടിയായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും 10-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, 15ഓളം പേരുണ്ടായിരുന്നു. ഇതിൽ 5 പേര് നിലവിൽ, ഒരാളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. അതിനുശേഷം ഇവർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയപ്പോഴേക്കും ഈ സംഘം എല്ലാവരും കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 4 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തവും 5 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. 5 പേരും ഇപ്പോൾ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. അല്പസമയത്തിനകം തന്നെ കൂടുതൽ പേരെ കൂടി കസ്റ്റഡിയിൽ എടുക്കാനാകുമെന്നുള്ളതാണ് കോയിപ്പുറം SHO ഒക്കെ തന്നെ പറയുന്നത്. കൂടുതൽ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു മതസംഘടനാപരമായിട്ടോ യാതൊരുവിധ വിഷയങ്ങളില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്കൂളുകൾ ഉൾപ്പെടെ കരോൾ ഗാനത്തിനെതിരെയും അല്ലെങ്കിൽ കരോൾ സംഘത്തിനെതിരെയും ക്രിസ്മസ് ആഘോഷത്തിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ നിലവിൽ അത്തരമൊരു ഇടപെടലൊന്നും അല്ല ഇവിടെ ഉണ്ടായത്. ഇത് ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്നാണ് ഈ കരോൾ സംഘത്തെ ആക്രമിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ കോയിപ്പുറം SHO അറിയിച്ചിട്ടുള്ളത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു.